ഇന്ന് നമ്മുടെ യാത്ര അഴീക്കൽ ലൈറ്റ് ഹൗസിലേക്കാണ്. ഇപ്പോൾ നമ്മൾ ശ്രീ മാതാ അമൃതാനന്ദമയി ആശ്രമമൊക്കെ പിന്നിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സഞ്ചരിക്കുന്ന റോഡ് നിർദ്ദിഷ്ട തിരുവനന്തപുരം കാസർഗോഡ് തീരദേശ ഹൈവേയുടെ ഭാഗമാണ്. തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിലെ 9 ജില്ലകളിലൂടെ ഏകദേശം 625 കിലോമീറ്ററോളം കടന്ന് കാസർഗോഡ് ജില്ലയിലെ കുഞ്ചത്തൂരിൽ അവസാനിക്കുന്നതാണ് ഈ തീരദേശ ഹൈവേ. നിലവിൽ ഈ തീരദേശ ഹൈവേയുടെ നിർമ്മാണം പല ഭാഗങ്ങളായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കടലിൻ്റെ മനോഹാരിതയുമൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഇതിലൂടെയുള്ള യാത്ര വളരെ വ്യത്യസ്തമായൊരു യാത്രാനുഭവമാണ് നമുക്ക് നൽകുന്നത്. നമ്മളിപ്പോൾ ഏകദേശം അഴീക്കൽ ഹാർബറിനടുത്ത് എത്താറായിട്ടുണ്ട്. കായംകുളം ഹാർബർ എന്നും ഈ ഹാർബർ അറിയപ്പെടാറുണ്ട്. ഈ വലതുവശത്ത് കാണുന്നതാണ് ഹാർബറിലേക്കുള്ള എൻട്രൻസ്. നമ്മളിപ്പോൾ ഏകദേശം അഴീക്കൽ പാലം എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് ലൈറ്റ് ഹൗസിലേക്കുള്ള വഴി. സ്ട്രെയിറ്റ് റോഡ് നേരെ അഴീക്കൽ ബീച്ചിലേക്കുള്ളതാണ്. ഈ കാണുന്നതാണ് വലിയ അഴീക്കൽ പാലം. കൊല്ലം ജില്ലയിലെ അഴീക്കലിനെയും ആലപ്പുഴ ജില്ലയിലെ വലിയ അഴീക്കലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം കൂടിയാണിത്. 1200 മീറ്റർ നീളവും 13 മീറ്റർ വീതിയുമുള്ള ഈ പാലം 2022 മാർച്ച് 11 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത് ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളമേറിയ ടെൻഷൻ സ്റ്റീൽ ബാർ കോൺക്രീറ്റ് ബൗസ്റ്റിംഗ് പാലമാണ്. ചൈനയിലെ ചാവോതിയൻമെൻ പാലത്തിന് ശേഷം ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ രണ്ടാമത്തെ വില്ലുപാലം കൂടിയാണിത്. നമ്മളിപ്പോൾ ഏകദേശം ലൈറ്റ് ഹൗസിനടുത്തെത്താറായിട്ടുണ്ട്. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ഈ പാലം അവസാനിക്കുന്നിടത്ത് നിന്ന് ഇടത്തേക്ക് തിരിയുന്നതാണ് ലൈറ്റ് ഹൗസിലേക്കുള്ള വഴി. അവിടെ നിന്നും റൈറ്റിലേക്കുള്ള റോഡ് നേരെ തോട്ടപ്പള്ളിയിലേക്ക് പോകുന്നതിനുള്ള റോഡാണ്. തോട്ടപ്പള്ളി വഴി നാഷണൽ ഹൈവേ 66 എത്തിച്ചേരാവുന്നതാണ്. ഈ കാണുന്നതാണ് വലിയ അഴീക്കൽ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ്. 5 വശങ്ങളോട് കൂടിയത് എന്ന അർത്ഥത്തിലാണ് ഇതിനെ പെൻറ്റഗൺ ലൈറ്റ് ഹൗസ് എന്ന് വിളിക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ എൻട്രൻസ്. എൻട്രി ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപയാണ്. കുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും 10 രൂപ മാത്രമാണ് ചാർജ്. അതുപോലെ തന്നെ വിദേശികൾക്ക് 50 രൂപയും പ്രൊഫഷണൽ വീഡിയോഗ്രാഫി ക്യാമറകൾ ഉപയോഗിക്കുന്നതിന് 50 രൂപയും. ഈ കാണുന്നത് ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്നുള്ള അഴീക്കൽ പാലത്തിൻ്റെ ദൃശ്യമാണ്. ഈ പ്രദേശം പണ്ടുകാലത്ത് മണൽത്തിട്ടകളാൽ മൂടപ്പെട്ട ഒരു പൊഴിമുഖമായിരുന്നു. പിന്നീടാണ് ഇതിൻ്റെ മണ്ണുകൾ നീക്കം ചെയ്ത് ഇതിനെ ഒരു അഴിമുഖമാക്കി മാറ്റപ്പെട്ടത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അഴിമുഖമെന്നും പൊഴിമുഖമെന്നും. എന്നാൽ എന്താണ് ഇവ രണ്ടും എന്നും കൂടി പറയാം. നദികളും കായലുകളും കടലുമായി സംഗമിക്കുന്ന സ്ഥലത്തെയാണ് അഴിമുഖമെന്ന് പറയപ്പെടുന്നത്. എന്നാൽ നദികളും കായലുകളും ഒരു നേർത്ത മണൽത്തിട്ടയാൽ കടലുമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഭാഗത്തെയാണ് പൊഴിമുഖം എന്ന് അറിയപ്പെടുന്നത്. പൊഴിമുഖങ്ങൾ പൊതുവെ 2 വിധത്തിലുണ്ട്. ചില പൊഴിമുഖങ്ങൾ സ്വാഭാവികമായും കടലിലേക്ക് തുറന്നിരിക്കപ്പെടുമ്പോൾ മറ്റു ചിലവ കാലാനുസൃതമായി തുറക്കപ്പെടുകയും അടയുകയും ചെയ്യുന്നവയാണ്. ഈ കാണുന്നത് ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് അഴീക്കൽ ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് നിന്ന് തോട്ടപ്പള്ളിയിലേക്ക് പോകുന്ന റോഡിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വളരെ മനോഹരങ്ങളായ ദൃശ്യങ്ങളാണ് നമുക്ക് ഈ ലൈറ്റ് ഹൗസിന് മുകളിൽ നിന്ന് കാണുവാൻ സാധിക്കുന്നത്. എറണാകുളം ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നവർ തോട്ടപ്പള്ളി തൃക്കുന്നപ്പുഴ വഴി
ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കരുനാഗപ്പള്ളി പണിക്കരകടവ് വഴിയും ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. പത്തനംതിട്ട അടൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കായംകുളത്തെത്തി അവിടെ നിന്ന് ഓച്ചിറ വഴി അഴീക്കൽ പാലത്തിലൂടെ ഇവിടെ എത്തിച്ചേരാവുന്നതാണ്. ഈ ലൈറ്റ് ഹൗസിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പെൻറ്റഗൺ ലൈറ്റ് ഹൗസാണ്. 41.26 മീറ്റർ ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പ്രകാശ സൂചന നൽകാൻ കഴിയുന്ന സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യത്തിൽ ഉള്ളത് വലിയഴീക്കൽ ഫിഷിംഗ് ഹാർബറാണ്. കപ്പലുകളുടെ ദിശ, വേഗം എന്നീ വിവരങ്ങൾ അറിയുന്നതിനുള്ള നാഷണൽ ഓട്ടോമാറ്റിക് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റവും ഈ ലൈറ്റ് ഹൗസിൽ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്കായി ലൈറ്റ് ഹൗസിനോടൊപ്പം തന്നെ അഴീക്കൽ ബീച്ച്, അഴീക്കൽ ഫിഷിംഗ് ഹാർബർ, അതുപോലെ തന്നെ മാതാ അമൃതാനന്ദമയി ആശ്രമം, ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം, കൃഷ്ണപുരം പാലസ്, കൃഷ്ണപുരം മ്യൂസിയം, അതുപോലെ തന്നെ കായംകുളം ആർട്ട് ഗാലറി എന്നിവ കൂടി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് തിരികെയുള്ള യാത്രയിലാണ്. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഇൻസൈഡ് ട്രാവൽ മീഡിയ. പുതിയൊരു സ്ഥലവും അതിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.